ഇന്നിപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? വളാഞ്ചേരിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളാഞ്ചേരിയിലും പരിസരത്തുള്ള അവസ്ഥ എന്താ? മൊത്തത്തിലുള്ള ലോകത്തുള്ള ഖുതുബുൽ അഖ്താബുകളൊക്കെ ഈ വളാഞ്ചേരിയിലും ഇതിൻ്റെ പരിസരത്തുമാണ്. ഖുതുബുൽ അഖ്താബ്, ഖുതുബുസ്സമാന്, അങ്ങനെ കുറേ പേരുകൾ, ഏറ്റവും നല്ല പേരുകൾ. ആ പേര് അതൊക്കെ PSK ഉസ്താദ് അവകാശപ്പെടുകയാണ് നിൽക്കുക. അല്ലെങ്കിൽ ഇത് റഷീദ് ബാക്കവി ഉസ്താദ് പറയുന്നുണ്ട്, ഓലൊക്കെ ഖുതുബുൽ അഖ്താബ് നമ്മൾ വകവെച്ച് കൊടുക്കുകയുള്ളതെന്നല്ല, എന്നാലും ഇത് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ചുരുക്കുണ്ട്. 40 കൊല്ലം ദർസ് നടത്തിയ, 40 കൊല്ലം 10-15 കൊല്ലം ദർസിൽ പഠിച്ച ഉലമാക്കൾ പഠിച്ച് പിന്നെ 40-45 കൊല്ലം കുട്ടികൾക്ക് ഖുർആനും സുന്നത്തും നമ്മുടെ ഫിഖ്ഹും അഖീദും ദർസ് നടത്തി വലിയ ഇരുത്തമിരുന്ന ഉലമാക്കളാണ് അവരൊക്കെ. ഓല് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കേൾക്കാൻ ഒരു ചന്തണ്ട്. നിങ്ങൾ നോക്കണം, അതൊന്നുമില്ലാതെ റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ഖുതുബുസ്സമാന എന്ന് പറയുമ്പോൾ ഓൻ പറ, ഞാൻ ഞങ്ങൾ പറയല്ലേ ജാനം ഉണ്ടായിരിക്കും ഇജ്ജ് ഖുതുബുസ്സമാൻ തന്നെയാണ് എന്ന് കുറേ വട്ടം പറയുമ്പോൾ മൂപ്പർക്കും തോന്നാ ഞാൻ ഖുതുബുസ്സമാൻ തന്നെയാണല്ലേ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഓരോ സ്റ്റോപ്പിലും ഓരോ ഖുതുബുകളാണ് എന്നാണ് പറയുന്നത്. ഖുതുബുകളും ഖുതുബുൽ അഖ്താബുകളും തമ്മിലുള്ള അന്തരം അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. സഹോദരങ്ങളെ, നമ്മളാരും പെട്ടുപോകരുത്. ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ്. ഈ ഇന്ന് കാണുന്ന ഒരു വിധം ത്വരീഖത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഒരുപാട് ത്വരീഖത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, എത്രയോ, ഞാൻ പേര് എണ്ണിയാൽ അതിന് തന്നെ കുറേ സമയം കളയും, നമുക്കതിന് സമയമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. അതിൻ്റെ ഒക്കെ മുരട് അസിൽ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയ എന്ന് പറയുന്ന, നമ്മൾ ഷിയ പ്രസ്ഥാനം എന്ന് പറയല്ലോ, ഈ ഷിയായിസത്തിലാണ് ഇതിൻ്റെയൊക്കെ അസിൽ ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കുറേ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു ത്വരീഖത്തും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയിലേക്കാണ് ഇവിടെയുള്ള കുറേ ത്വരീഖത്തുകളെ മുരട് ചെന്ന് എത്തുന്നത്, അവിടെയാണ്. അതാണെങ്കിലോ അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കേരളത്തിലെ ഉലമാക്കൾ അല്ലേ, അതുപോലെ പൊന്നാനി കൈക്കാർ, അവരെല്ലാവരും ശക്തമായി എതിർത്ത ഒരു ഈ വേരുകളുള്ള ഒരു വ്യാജ ആത്മീയ പ്രസ്ഥാനമാണ് എന്ന് അന്നത്തെ നമ്മുടെ ഉലമാക്കളൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് സ്പഷ്ടമാകും. അങ്ങോട്ടാണ് നമ്മൾ ഈ ഏരിയയിലും ഇതിൻ്റെ പരിസരത്തും ഇവിടെ അങ്ങോട്ട് കിഴക്കോട്ട് തൃശ്ശൂർ കുറ്റിപ്പുറപ്പാലം കഴിഞ്ഞിട്ടുള്ളതും, തൃശ്ശൂർ എത്തിയാൽ തൃശ്ശൂർ ത്വരീഖത്ത്, അതിനപ്പുറം എറണാകുളം ത്വരീഖത്ത്, അപ്പുറത്ത് ആലുവ ത്വരീഖത്ത്, അങ്ങനെ ഓരോ കേന്ദ്രത്തേക്കും ചേർത്തിട്ട് ഇഷ്ടംപോലെ ത്വരീഖത്തുകളാണ്. അതൊക്കെ ചെന്നെത്തുന്നതിൻ്റെ അടിസ്ഥാനം ഒരു ഷിയാ ചൊയയാണ് അതിനൊക്കെ ഉള്ളത്. ഷിയായിസത്തിൻ്റെ ചേരുവകളില്ലാത്ത ഇത്തരം വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങാൻ സമയം ഇല്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സമാന്തരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് സമാന്തരമായി ബിദ്അതി, വഹാബി, മൗദൂദി, തബ്ലീഗാദി, ചേകന്നൂർ ഖാദിയാനീസം മാത്രമല്ല, ആത്മീയതയുടെ ലോഹയണിഞ്ഞുകൊണ്ട് മഹാത്മാക്കളായ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ, സാഹിബുൽ വക്തുകളും മുദബ്ബിറുൽ ആലമുകളും അതുപോലെ തന്നെ ഖുതുബുസ് സമാനുകളും ഖുതുബുൽ അഖ്താബുകളും, അങ്ങനെ പല ജാതി പേരുകൾ പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്ന കുറേ അധികം ആളുകൾ, അവരൊക്കെ പിശാചിൻ്റെ കെണിവലയിൽ പെട്ട് അതിൽ കിടന്ന് അമ്മാനമാടുന്ന ആറാടുന്ന ആളുകളാണ് എന്ന തിരിച്ചറിവ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും നേതാക്കളുമായ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടക്കം മുതൽ അത്തരം കക്ഷികളോട് പടപൊരുതി അവരെ ഇരുത്തിയതാണ്. അതുകൊണ്ടല്ലേ ഇന്ന് അത്തരം ത്വരീഖ, ഒരു കാലത്ത് ഇവിടെ ഈ കേരളത്തെ തന്നെ, മുസ്ലിം കേരളത്തെ തന്നെ വിഴുങ്ങുമെന്ന് കരുതിയിരുന്ന പല ത്വരീഖത്ത് ആത്മീയ പ്രസ്ഥാനങ്ങളും വ്യാജ പ്രസ്ഥാനങ്ങളും ഇവിടെ കഴിഞ്ഞു പോയതാ. ഇന്നൊന്നും അതിനെ കാണാൻ തന്നെ പേരിന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ് ഇങ്ങനൊക്കെ ഒന്നുണ്ടായിരുന്നു. എന്താ കാരണം?
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവക്കെതിരിൽ ആഞ്ഞടിച്ച് പടയോട്ടം നടത്തിയപ്പോൾ അവയൊക്കെ കടപുഴങ്ങി വീണു എന്നതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ്